ഹലോ കുട്ടികളെ, ഞാൻ ടീച്ചർ. ഇന്ന് നല്ലൊരു അടിപൊളി ക്ലാസ് ആണ്, ആരും മിസ് ചെയ്യല്ലേ. അതിനു മുൻപ് ഡോക്ടർ ബിട്ടു എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ബിട്ടു ഡോക്ടർ. കൂട്ടുകാരോട് ഇന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പച്ചക്കറികളും പഴങ്ങളും കഴിക്കുന്നതിന് മുൻപ് അവ കഴുകാൻ പഠിക്കുക. സാധാരണയായി പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പുറംഭാഗത്ത് കോളി ബാക്ടീരിയ ഉണ്ടാകാറുണ്ട്. കൂടാതെ നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതിന് മുൻപ് അവ നിരവധി കൈകളിലൂടെ കടന്നുപോകും. അതിനാൽ ശ്രദ്ധാപൂർവം കഴുകിയ ശേഷം മാത്രമേ അവ ഉപയോഗിക്കാവൂ. ഇന്നത്തെ കാര്യം മനസ്സിലായോ? ഇനി ടീച്ചർ. ഹായ്, അപ്പൊ ഡോക്ടർ ബിട്ടു പറഞ്ഞത് കേട്ടില്ലേ മക്കളെ? നമുക്ക് ഇന്ന് എന്താണ് കളറാണ് ചെയ്യാൻ പോകുന്നത്. കളറിങ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡാണല്ലേ. സോ എന്താണ് ഇതെന്താ, ഏതിനാണ് നമ്മളിപ്പോൾ ഈ പിക്ചറിൽ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? പീക്കോക്ക് ആണല്ലേ. പീക്കോക്ക് എന്താ, ഡാൻസ് ചെയ്യും. പീക്കോക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ് അതിൻ്റെ പീലികളൊക്കെ വിടർത്തി, അത് ഫെദേഴ്സ് വിടർത്തി നല്ല പോലെ ഡാൻസ് ചെയ്യും. സോ നമ്മൾ ഈ പീക്കോക്കിന് ആദ്യം നമ്മൾ കളർഫുൾ ആയിട്ടുള്ള പീക്കോക്കാണ്. സോ നമ്മൾ ആദ്യം ഒരു ഓറഞ്ച് കളർ കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇത് ഓറഞ്ച് കളറാണ് ഈ പീക്കോക്കിന് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ കളർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാ? ബോർഡറിന്റെ പുറത്തേക്കൊന്നും കളർ പോകരുത്, പക്ഷെ അകത്ത് നല്ല നീറ്റായിട്ട് നല്ല പോലെ എന്താണ് ഒരു സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് നമ്മൾ കളർ ചെയ്യണം. പിന്നെന്താ, നമ്മൾ നെക്സ്റ്റ് ഏത് കളർ എടുക്കും? ഇപ്പം ഈ പീക്കോക്കിന്റെ പ്രത്യേകത എന്താ? റെഡ് കളർ കൊടുക്കാം അല്ലേ. ഇതൊരു കളർഫുൾ ആയിട്ടുള്ള പീക്കോക്കാണെന്ന് ടീച്ചർ പറഞ്ഞല്ലോ. സോ നമ്മൾ കളർഫുൾ ആയിട്ടുള്ള ഈ പീക്കോക്കിന് നെക്സ്റ്റ് റെഡ് കളർ കൊടുക്കും. സോ റെഡ് കളർ നമ്മൾ നല്ല പോലെ എന്താണ് ഡാർക്കൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് ശ്രദ്ധിക്കണേ. നമ്മുടെ പേപ്പർ ഒന്ന് ഇളകി കളിക്കുന്നുണ്ട്, പക്ഷെ നമ്മളൊന്ന് പിടിച്ച് നല്ല വൃത്തിക്ക് അകത്തൂടെ തന്നെ കൊടുക്കുകയാണ്. സോ നമ്മൾ റെഡ് കളറാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടുള്ളത്. റെഡിൻ്റെ മലയാളം എന്താണ്? ചുവപ്പ്. ഓറഞ്ച് കളറിൻ്റെ മലയാളമോ? ഓറഞ്ച് തന്നെ. യെസ്, അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ റെഡ് കളറും കൊടുത്തു, അതേപോലെ ഓറഞ്ച് കളറും കൊടുത്തു. ഇപ്പോൾ കംപ്ലീറ്റ് ആയോ നമ്മുടെ പീക്കോക്ക് മയില്? ഇല്ല. സോ നമ്മൾ നെക്സ്റ്റ് കളറായിട്ടുള്ള യെല്ലോ കളർ എടുത്തു. ഇതിലെന്താ, ഓരോ ഫെദേഴ്സിലും ഏത് കളറാണ് കൊടുക്കേണ്ടതെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. സോ നമ്മൾ യെല്ലോ കളർ എടുത്തു, യെല്ലോ കളർ കൊടുക്കാൻ പോവാണ്. യെല്ലോവും നമ്മൾ നല്ല ബ്രൈറ്റ് ആയിട്ട് പുറത്തൊന്നും പോവാതെ ആ ഒരു ഫില്ല് ചെയ്യേണ്ട ആ സ്ഥലത്ത് തന്നെ നമ്മൾ ഫില്ല് ചെയ്യാണ്. കണ്ടോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഏത് കളറാണ് കൊടുക്കുക? നമ്മൾ ആദ്യം ബ്ലൂ കളർ കൊടുക്കാം. ആദ്യമല്ല, അടുത്തതായിട്ട് നമുക്ക് ബ്ലൂ കളർ കൊടുക്കാം. ബ്ലൂ കളറിൻ്റെ മലയാളം എന്താ? നീല. സോ നമ്മൾ നീല കളറ് എവിടെയും പുറത്തൊന്നും പോവാണ്ട് സെയിം രീതിയിൽ നമ്മൾ നീല കളറും കൊടുത്തു. ഇതിൽ എത്ര കളേഴ്സ്, എത്ര ഫെദേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 കളേഴ്സ് ഉണ്ടല്ലേ ഈ പീക്കോക്കിന്. ഫെദേഴ്സ് 7. നമ്മളൊരു ഒരു പീച്ച് കളർ എടുത്തിട്ട് നമ്മൾ എവിടെ കൊടുക്കുകയാണ്? നെക്സ്റ്റ് ഫെദറിന് നമ്മളൊരു പീച്ച് കളർ കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ പീച്ച് കളറും ഓറഞ്ച് കളറും യെല്ലോ കളറും ബ്ലൂ കളറും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. പീച്ച് നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയാണ്, ബാക്കി കളേഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, നമ്മൾ കൊടുത്തു. ശ്രദ്ധയോടെ കൊടുക്കണേ. നിങ്ങളും കൊടുക്കുന്നുണ്ടോ? ഓക്കെ, ഗുഡ്. ടീച്ചർ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ? പുറത്തൊന്നും പോവാതെ കൊടുക്കണം എന്ന് പറയുന്നതൊക്കെ മനസ്സിലാവുന്നില്ലേ? ഓക്കെ, നമ്മൾ നെക്സ്റ്റ് കളർ എടുത്തു. ഏതാണ് നെക്സ്റ്റ് കളർ? വയലറ്റ്. വയലറ്റും നമ്മൾ കൊടുക്കുകയാണ്. ഓരോ കളറും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം, അത് ഒരു നല്ല ക്വാളിറ്റിയാണ്. ആ കളർ അവിടെ തന്നെ നമുക്ക് വരച്ചു കൊടുക്കാനും പറ്റണം അല്ലേ? ഓക്കെ, നമ്മളങ്ങനെ വയലറ്റ് കളറും ഫിനിഷ് ചെയ്യാണ്, കൊടുത്തു തീരാനായി. നെക്സ്റ്റ് നമ്മൾ ഏതാ കളർ കൊടുക്കാൻ പോവാ? നമുക്കിനി ഗ്രീൻ കളർ എടുക്കാം.
ഇവിടെ നമ്മൾ കൊടുക്കുമ്പം ഹെഡ് പോർഷൻ കണ്ടോ ഈ പീക്കോക്കിൻ്റെ. അപ്പം അതിൻ്റെ മുകളിൽ 3 ഒരു ഫെദർ ടൈപ്പ് ഒരു 3 സാധനമുണ്ട്. ഒരു ക്രൗണ് പോലെ പീക്കോക്കിന് എല്ലാവരും നേരി കണ്ടിട്ടുണ്ടോ? അപ്പം അതിലൊരു ക്രൗൺ പോലുള്ള ഒരു സംഭവമുണ്ട്. അതിന് നമ്മൾ കൊടുക്കാതെ, അതേപോലെ പീക്കോക്കിൻ്റെ കൊക്ക് ബീക്കും അവിടെ ഉണ്ട്. അപ്പം അതും നമ്മൾ കൊടുക്കാതെ നമ്മൾ ബാക്കിയൊക്കെ കൊടുക്കുക. അങ്ങനെ ഗ്രീൻ കളറ് നമ്മൾ ഇതാക്കി. ഇത് പീലി വിടർത്തി വെച്ചിട്ടുള്ള ഒരു മയിലാണ്. മയിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ പീക്കോക്ക്. നമ്മളൊന്ന് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു യെല്ലോ കളർ കൊടുത്തു. ഓക്കെ, അത് ഒറിജിനലി യെല്ലോ കളറാണോ, നമ്മൾ കുറച്ചും കൂടി അട്രാക്റ്റ് ആവാൻ വേണ്ടി കൊടുത്തു. പിന്നെ എന്താ, പീക്കോക്കിൻ്റെ ഒരു പീക്കോക്ക് ഗ്രീൻ എന്നല്ലേ പറയാം. സോ നമ്മളൊരു പീക്കോക്ക് ഗ്രീൻ ടൈപ്പ് കളർ, ഒരു ഏത് കളർ നമ്മളിപ്പോൾ ഈ വീഡിയോ യൂസ് ചെയ്തിട്ടുള്ളത്, ഒരു ഡാർക്ക് ബ്ലൂ കളറിന് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ബോഡിയും ചെയ്യാണ്. ഫെദേഴ്സ് നമ്മൾ ആദ്യം ചെയ്തെടുത്തു, നമ്മൾ അതിന് ശേഷം അതിൻ്റെ ബോഡി കളർ ചെയ്യാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും കണ്ടോ, അതിൻ്റെ ആ 3 ക്രൗണിനും നമ്മൾ ആ ഒരു കളർ വെച്ച് കൊടുക്കുകയാണ്, ഈ നേവി ബ്ലൂ കളർ. നെക്സ്റ്റ് നമ്മൾക്ക് ഒരു കളറും കൂടി വേണം. ബീക്കിന് യെല്ലോ കളറാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. സോ നമ്മൾ ഒന്ന് ഫിനിഷ് ആയോ നമുക്ക് നോക്കാം. എവിടെയെങ്കിലും ഫില്ല് ആവാനുണ്ട് എങ്കിൽ നമ്മൾ ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തു. അങ്ങനെ നമ്മളിപ്പം നമ്മുടെ ഈ പീക്കോക്ക്, ഈ ഫെദേഴ്സൊക്കെ വിടർത്തി നിന്നിട്ടുള്ള ഈ പീക്കോക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഹായ്, ഞാൻ ടീച്ചർ. നമ്മുടെ കുഞ്ഞോമനകൾക്ക് ഇത്തിരി കളികളിലൂടെ ഒത്തിരി അറിവുകൾ പകർന്നു നൽകാൻ ഞാൻ ഇനി തൊട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നന്മയുള്ള മക്കളായി നമ്മുടെ മക്കളെ ഡോക്ടർ ബിട്ടുവിന്റെ സഹായത്തോടു കൂടി